ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രജിത് കുമാർ. ഞാനൊരു ചെറിയ കലാകാരനാണ്. ഇപ്പോൾ സിനിമ സീരിയലുകളിൽ ചെറിയ രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു കാര്യം, അത് പറഞ്ഞില്ലെങ്കിൽ അതെൻ്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ കാര്യം പറയാം. നമ്മളിപ്പോൾ കാണുന്നുണ്ട്, തമിഴ്നാട്ടിൽ വിജയ് ഇലക്ഷന് മത്സരിക്കുകയാണ്. കോടാനുകോടി രൂപകൾ കിട്ടിക്കൊണ്ടിരുന്ന ആ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും അത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ജനസേവനത്തിന് വേണ്ടി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. ടി വിക്ക്, ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നതല്ല, ടി വിക്കോ DMK ആരോ തമിഴ്നാട് ഭരിച്ചോട്ടെ. പക്ഷേ വിജയുടെ ഏറ്റവും അവസാന പടം സിനിമയായ ജനനായകൻ്റെ റിലീസുമായി സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ്. ആ പടം റിലീസാക്കാൻ അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി എൻ്റെ ഏറ്റവും വലിയ വിഷമം 400 കോടി എന്നൊക്കെ പറയുന്ന സിനിമയുടെ എക്സ്പെൻസ് അത് മുടക്കി, എത്ര കോടിയാവട്ടെ, എന്തായാലും 250, 300, 400, 500 കോടി മുടക്കി ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡ്യൂസറിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയും, കുറച്ച് രൂപ കടം കിടക്കുമ്പോൾ തന്നെ അതിൻ്റെ പലിശ എത്രമാത്രം ഉണ്ടാവും. ഇതൊരു ബിസിനസ് തന്നെയാണ്. പലതരം ബിസിനസ്സുകൾ പലരും നടത്തുന്നുണ്ട്. സിനിമ ഇൻഡസ്ട്രിയും ഒരു ബിസിനസ് തന്നെയാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടുള്ളൊരു ബിസിനസ്സാണ്. 100 കണക്കിന് വലിയ ബഡ്ജറ്റ് പടങ്ങളിൽ 100, 150, 200-ലധികം പേര് വർക്ക് ചെയ്യുന്നു. അതിനേക്കാൾ കൂടുതൽ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം വയറ്റിപ്പിഴപ്പാണ്. അപ്പോൾ ജനനായകൻ്റെ സിനിമ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൺലൈനിലെ ഒരു സൈറ്റിൽ റിലീസ് ചെയ്യിച്ചു, മോഷ്ടിച്ച് റിലീസ് ചെയ്തു എന്ന് പറയുണ്ടായി. വളരെയധികം വേദന തോന്നി. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്ത് ഇടുന്ന പടങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് കാണാതിരിക്കുക. കാരണം എന്തിനാണ് പാപത്തിൻ്റെ പങ്ക് പറ്റാൻ പോകുന്നത്? എനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം ഞാൻ ആദ്യം ഒരു പ്രാവശ്യം മാത്രമാണ് ടെലഗ്രാം എന്ന് പറയുന്നതിൽ പല സിനിമകളും കോപ്പി അടിച്ച് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നതുകൊണ്ട് ചില സുഹൃത്തുക്കൾ പല പടങ്ങളും ടെലഗ്രാമിൽ വന്നു എന്ന് പറയും. പണ്ടെങ്ങാണ്ട് ഒരു പടം ഒന്ന് ജസ്റ്റ് കാണാൻ ശ്രമിച്ചു എന്നുള്ളേ ഉള്ളൂ. പക്ഷെ പിന്നെ എന്നിലെ ആത്മാർത്ഥതയായിരിക്കാം എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. യഥാർത്ഥത്തിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരുപാട് പേരുടെ വിയർപ്പിൻ്റെ ആ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ആ സിനിമ. അത് മോഷ്ടിച്ച് കാണുന്നത് ശരിയാണോ? അതിനുശേഷം സത്യസന്ധമായി ഞാൻ പറയുന്നു, ഇന്ന് വരെ ടെലഗ്രാം ഉൾപ്പെടെയുള്ള ഈ മോഷ്ടിച്ചെടുക്കുന്ന സിനിമകൾ ഞാൻ കാണാറേ ഇല്ല, കാണാൻ ശ്രമിക്കാറില്ല. അതോ സത്യമാണ്. ഞാൻ കാണുന്നത് പൈസ കൊടുത്ത്, ഹോട്ട്സ്റ്റാറിൻ്റെ ആണെങ്കിലും മനോരമ മാക്സിൻ്റെ ആണെങ്കിലും മറ്റേത് ആമസോൺ ആണെങ്കിലും ഏതാണെങ്കിലും ഉള്ളത് പേയ്മെൻറ്റ് കൊടുത്താണ് ഞാനിരുന്ന് സിനിമ കാണാറുള്ളത് പലപ്പോഴും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു പണം അതിനെ വിജയിപ്പിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ തകർത്തെറിയുന്ന വ്യക്തികളെക്കുറിച്ച് എന്താ പറയുക? അത് പാപമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതിന് മറുപടിയായി നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ജനനായകൻ പോലെയുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഇങ്ങനെ മോഷ്ടിച്ച് ഓൺലൈനിലും അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആ സിനിമകൾ ചതിക്കപ്പെട്ട് അതിലെ നായകനെയും അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെയും മറ്റുള്ളവരെയും കുത്തുവാള എടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തകർക്കുന്ന ക്ഷുദ്രശക്തികളായിട്ടുള്ള, അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിൽ. ഈ പ്രപഞ്ചത്തിന് 2 തരം ശക്തികളുണ്ട്, ദൈവിക ശക്തികളും പൈശാചിക ശക്തികളും. പൈശാചിക ശക്തികൾ കൂടിയിരിക്കുന്നവരാണ് ഇതുപോലെയുള്ള അധർമ്മങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സബ്സ്ക്രിപ്ഷൻ പാർട്ടികളെക്കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു. എന്തായാലും നമ്മുടെ ആദരണീയനായ ഇന്ത്യൻ പ്രസിഡൻറ്റ് പറഞ്ഞതുപോലെ തന്നെ പല സൈറ്റുകളിൽ നിന്നും ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ സൈറ്റുകൾ ഡിലീറ്റ് ചെയ്ത് വരുന്നു എന്ന് കാണാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. അവർക്ക് പണം കിട്ടാതായതിലല്ല എനിക്ക് സന്തോഷം, തലമുറകൾ അതപ്പതിച്ച് നശിച്ചു പോകാതിരിക്കുമല്ലോ എന്നാലോചിച്ചിട്ടാണ് എനിക്കതിൽ സന്തോഷം. അതെൻ്റെ വീഡിയോയും അതിൻ്റെ പങ്കായതിൽ ആ പുണ്യത്തിൻ്റെ ഒരു പങ്ക് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുത്തവർക്കൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള അധർമ്മങ്ങൾ കാണിക്കുന്നവർക്ക് നമുക്ക് ചെയ്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്, മലയാള സിനിമയിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് മോഷ്ടിക്കുക, തിയേറ്ററിൽ വന്നാൽ കോപ്പി എടുത്ത് മറ്റ് മീഡിയകളിലൂടെ, ഓൺലൈൻ മീഡിയകളിലൂടെ സെൻഡ് ചെയ്യുക. അങ്ങനെയുള്ള അറിയപ്പെടുന്ന ഈ സിനിമകൾ മനഃപൂർവ്വം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട് തന്നെ ആ സിനിമകൾ വിജയിപ്പിച്ചു കൊടുക്കണം. ഇതാണ് ഇതിനുള്ള മറുപടി എന്ന് പറയുന്നത്. ഇത് മലയാളമാവട്ടെ, തമിഴാവട്ടെ, തെലുങ്കാവട്ടെ, ഏത് സിനിമയായാലും ഇങ്ങനെ ചതിക്കപ്പെടുന്ന സിനിമകൾ തീർച്ചയായിട്ടും നമ്മൾ 2 കൈ കൊണ്ടും സ്വീകരിച്ച് തിയേറ്ററിൽ പോയി സിനിമയെ സ്നേഹിക്കുന്ന, കലാകാരന്മാരെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്നവർ ഈ സിനിമകളെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ സത്യം നല്ലത് പറഞ്ഞാലും ഇതിൻ്റെ അടിയിൽ വന്നു നിന്ന് അനാവശ്യങ്ങൾ പറയുന്ന പിശാചിൻ്റെ കുറേ സന്തതികൾ ഉണ്ടാകും, അവർക്കും വെൽക്കം. എന്തായാലും നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഐ ലവ് യു ഓൾ. താങ്ക് യു.